ഹായ് ഫ്രണ്ട്സ്, ദൈമോസ് വ്ളോഗ് യൂട്യൂബ് വീഡിയോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പം ഞാൻ കോമഡി ഷോർട്ട് വീഡിയോ ആണ് ചെയ്യണത്. എന്നാലും ഇടയ്ക്ക് ഞാൻ കുക്കിംഗ് വീഡിയോസൊക്കെ ഇടുമായിരുന്നു. പിന്നെ നമ്മുടെ ചെറുപ്പകാലത്തിലൊക്കെ ഉള്ള അനുഭവങ്ങളും അങ്ങനെയൊക്കെയുള്ള വീഡിയോ ഇടുമായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ ലോങ് വീഡിയോസ് കുറവാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് നിങ്ങൾക്ക് രസമുള്ളൊരു കഥയാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വീട്ടിൽ അങ്ങനെ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം നമ്മുടെ ചെറുപ്പകാലത്തിൽ ഒരുപാട് ഓർത്തിരിക്കാൻ നല്ല നല്ല ഓർമ്മകളൊക്കെ ഉണ്ട്. നമ്മുടെ കുഞ്ഞുകാലങ്ങളിലൊക്കെ നമ്മൾ മാങ്ങ പിറക്കാനും ചാമ്പക്ക പിറക്കാനും സ്കൂളിൽ പോകുന്ന ഒരുപാട് കഥകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഒരു ചെറിയൊരു ഇതായിട്ട് ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ ഓർമ്മയിൽ വരുന്നൊരു കഥയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത്, അപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ കുറച്ച് കൃഷിയും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചധികം അവിടെ അത്ര പേർക്ക് സ്ഥലമില്ലെങ്കിൽ പോലും എൻ്റെ വീടൊക്കെ തട്ടായിട്ട് കിടക്കുന്ന ഭൂമിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീടിരിക്കുന്നത് പൊക്കത്ത് ഒരു തട്ടിലാണെങ്കിൽ അതിൻ്റെ 2 തട്ട് താഴെ ഞങ്ങൾ ഏറ്റവും താഴത്ത് കുറച്ച് ചെറിയ രീതിയിലുള്ള കൃഷികളൊക്കെ ചെയ്യുന്നു കേട്ടോ. ഇപ്പം നമ്മുടെ അപ്പുറത്തുള്ള പറമ്പിലും ഇങ്ങനെ അവരോട് ചോദിച്ചിട്ട് കൃഷിയൊക്കെ ചെയ്യാറുണ്ട്. അതായത് കൂർക്ക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടും, കൂർക്ക, പയർ. അപ്പം നല്ല രസമുണ്ട്. മുൻപത്തെ നമ്മുടെ ഒരു കാലങ്ങളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് കേട്ടോ നമുക്ക്. ഞാനിതിപ്പോൾ ഇത് എഴുതി വെച്ചിട്ടൊന്നുമല്ല കേട്ടോ ഞാൻ പറയണത്. ഞാനിങ്ങനെ ഒരു ഓളത്തിൽ അങ്ങോട്ട് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഇടയ്ക്ക് തെറ്റാം ഒക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ വിക്കൽ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ ക്ഷമിച്ചിട്ട് നിങ്ങൾ ഈ കഥ രസമുള്ളൊരിതാണ് കേട്ടോ. അപ്പോൾ നമ്മളതൊക്കെ കേൾക്കുക കേട്ടോ. കേട്ട് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ കൃഷിയൊക്കെ ചെയ്തിരിക്കുന്ന സമയത്ത് പാവൽ, പടവലം, ചീര, വെണ്ട അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ അങ്ങനെ നടുവരുന്നു കേട്ടോ. വാഴ, എല്ലാ സംഭവങ്ങളൊക്കെ നടുവരുന്നു. അപ്പം നമുക്ക് നമ്മുടെ പറമ്പിൻ്റെ അടുത്ത് കൂടി ചെറിയൊരു പുഴ എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ തോടെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ തൊട്ടപ്പുറത്ത് അത് തോടിൻ്റെ അക്കരെ, ഈ പുഴക്കക്കരെ വലിയൊരു പറമ്പുണ്ട്. പറമ്പിലെങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിറച്ച് തെങ്ങും പറമ്പാണ് കേട്ടോ. തെങ്ങും പറമ്പ് നല്ല രസമാണ്. ആ പറമ്പിൽ തെങ്ങും പറമ്പാണെങ്കിൽ തേങ്ങ, പിന്നെ കൂടാതെ ജാതിക്ക, കടുക്കാച്ചി മാവ് എന്നൊക്കെ പറഞ്ഞൊരു മാവുണ്ട്. അതിൽ നല്ല മധുരമുള്ള മാങ്ങയാണ് കേട്ടോ. അപ്പോൾ നിറച്ച്, അപ്പോൾ അതിൻ്റെ വീടിൻ്റെ ഓണർ അവിടെ ഇല്ലെങ്കിലും അത് നോക്കാനൊക്കെ ആയിട്ട് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കങ്ങനെ എപ്പോഴൊന്നും അങ്ങനെ കടന്ന് ചെല്ലാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നിറച്ച് തെങ്ങും പറമ്പുകളാണ് കേട്ടോ. അപ്പോൾ ഈ തെങ്ങും പറമ്പിൽ നിന്ന് നിറച്ച് കിളികളെന്ന് പറയാനായിട്ട് തത്തകളുണ്ട്. ഒരു കൂട്ടം തത്തകൾ നമ്മുടെ പറമ്പിലേക്ക് വരും. നമ്മുടെ പറമ്പിലേക്ക് വരുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ ഈ പടവലവും ഈ പച്ചക്കറി അങ്ങനെയൊക്കെ ഇടുന്നതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കുറച്ച് ചോളത്തൈകൾ നട്ടിരുന്നിട്ടാ. അപ്പോൾ ഈ ചോളം തിന്നാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ തത്തമ്മകൾ വരുന്നത്. ചോളം തിന്നും. പിന്നെ ആ തൊട്ടടുത്ത പറമ്പിൽ മഞ്ചാടിക്കുരുണ്ട്. മഞ്ചാടിയോ കുന്നിയോ, മഞ്ചാടിയാണെന്ന് തോന്നുന്നു, കുന്നിക്കുരുവാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പൊട്ടിച്ചിടുന്നതൊക്കെ കാണാം കേട്ടോ. അപ്പോൾ അങ്ങനെ നല്ല രസമായിട്ട്. അപ്പോൾ ഈ തത്തമ്മകൾ ഒരു കൂട്ടം തത്തമ്മകളാണ്. അപ്പോൾ ഈ തത്തമ്മകൾ ഇങ്ങനെ പറന്ന് വന്നിട്ട് ഈ ചോളം തിന്നണ ഒരു പരിപാടിയുണ്ട്. അങ്ങനെ ചോളം നിറച്ച് ചോളമായിരിക്കും കേട്ടോ. അപ്പോൾ ഒരു വരി നിറച്ച് ഈ പുഴയുടെ അരികത്തായിട്ട് ഇങ്ങനെ ചോളം നട്ട് പിടിപ്പിച്ചേക്കണേ. അപ്പോൾ ഈ ചോളങ്ങ ഇങ്ങനെ വിളഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ പല പ്രാവശ്യമായിട്ട് നമ്മളിങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അന്നൊക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ആഗ്രഹമുണ്ട് തത്തമ്മേനെ വളർത്തുന്നതൊക്കെ പറഞ്ഞാൽ. ഭയങ്കര കിളികളെ നമുക്കന്ന് അറിയില്ലാത്തൊരു കാലഘട്ടമാണ്. നമ്മുടെ ഒരു കൗമാരെന്ന് പറയാൻ പറ്റില്ല, ഒരു ടീനേജ് ഒരു പ്രായം അന്ന് അങ്ങനെ പറയാനും പറ്റില്ല കേട്ടോ. അപ്പോൾ തീരെ ചെറുതല്ല. അപ്പോൾ ഈ തത്തമ്മകൾ വന്ന് ഈ ചോളക്കായകൾ ഇങ്ങനെ തിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്കൊരു തത്തമ്മേനൊന്ന് പിടിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നേ. അപ്പോൾ എൻ്റെ ബ്രദർ വന്നിട്ട് ഇങ്ങനെ ഈ തത്തമ്മേനെ പിടിക്കാനുള്ളൊരു കെണി വെച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോളത്തിൽ ടങ്കീസ് ഉപയോഗിച്ച് നൂല് വെച്ചിട്ട് ഒരു കെണി ഉണ്ടാക്കി ഈ ചോളത്തിൽ. അങ്ങനെ കെണി ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ഭയങ്കര കരച്ചിൽ കീ എന്നുള്ള ഒരു ഇത് കേട്ട്
അപ്പോൾ ഇതിങ്ങനെ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ചോളം ഇങ്ങനെ നല്ല വിളഞ്ഞ് നിൽക്കണമായിരുന്നു. എല്ലാത്തിനും ഇങ്ങനെ ഒരുമിച്ച് ചോളം ഉണ്ടാക്കേണ്ട. അപ്പോൾ ഇവരെപ്പോഴും വന്ന് തിന്നിട്ടൊക്കെ പോകും, കൊത്തി തിന്നിട്ട് പോകും. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെയുള്ള അന്ന് മനസ്സിൽ തോന്നിയൊരു ഇതാണ്. അപ്പോൾ ആ ടൈങ്കീസിൻ്റെ ഒരു കെണി വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ ഒരു ദിവസം ഈ തത്തമ്മ ഈ കെണിയിൽ വീണ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ തൂങ്ങിക്കിടന്ന് ഇങ്ങനെ പിടയ്ക്കാണ് കേട്ടോ കിടന്ന്. അപ്പോൾ അന്ന് ഭയങ്കര ഇഷ്ടമുണ്ട് തത്തേനെയൊക്കെ വളർത്താൻ. മിക്ക വീടുകളിലും തത്തമ്മയൊക്കെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ വീട്ടിൽ ഇതുപോലെ സംസാരിക്കുന്ന തത്തയുണ്ട്. എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും നമ്മളൊക്കെ ചെല്ലുമ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ കണ്ടു വളർന്നത് കൊണ്ട് നല്ല ഒരിഷ്ടമാണ് ഇങ്ങനെ കിളികളെയൊക്കെ കൂട്ടിലിട്ട് വളർത്താനായിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ ഈ കെണിയിൽ ഈ തത്തമ്മ വീഴാണ് കേട്ടോ. ഈ തത്തമ്മേനെ പോയി എടുത്തത് ഞാനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ തത്തമ്മേനെ എടുത്ത് കഴിഞ്ഞ് ഇതിനെ അങ്ങോട്ട് പിടിച്ചിട്ട് ഇതിനെങ്ങനെ എടുക്കണ സമയത്തുണ്ടല്ലോ, ഈ തത്തമ്മേനെ ഒരു കുത്തങ്ങോട്ട് കൊത്തിയിട്ട് എൻ്റെ ഒരു നടുവിരലിങ്ങനെ പിടിച്ചേക്കണം കേട്ടോ. ഈ തത്തമ്മ നടുവിരലിങ്ങനെ പിടിച്ചേക്കാണ് എന്നെ കൊത്തിയിട്ട്. എന്ത് ചെയ്തിട്ട് ഇത് വിടണില്ല കേട്ടോ. അതിൻ്റെ കൊക്കിങ്ങനെ താഴ്ന്നിരിക്കുന്ന ഒരു കൊക്കാണ്. അപ്പോൾ അത് വിടാതെ ഇങ്ങനെ പിടിച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാൻ പറ്റണില്ല കേട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലായിട്ട് തത്തമ്മ എന്നെ വിടാനുള്ള ഭാവവും ഇല്ല. എന്താണെന്ന് വെച്ചാൽ അത് നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. ഈ കെണിയിലിങ്ങനെ വീണപ്പോഴേ നന്നായിട്ട് പേടിച്ച് ഒറ്റപ്പെട്ട് പോയല്ല. ഒരുപാട് കിളികൾ ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കണമായിരുന്നു എപ്പോഴും ഇതായിട്ട്. അപ്പോൾ പെട്ടെന്ന് കെണിയിലായി പോയത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ടങ്കീസ് ആയതുകൊണ്ട് നന്നായിട്ട് മുറുകുമല്ല. അപ്പോൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കണമായിരുന്നു. അപ്പോഴത്തേക്കും ആണ് ഞാൻ ചെന്ന് പോയി പിടിച്ചത്. അപ്പോൾ ഇങ്ങനെ അള്ളി പിടിച്ചിട്ട് എനിക്ക് വലിച്ചൂരാനായിട്ട് പറ്റണില്ല കേട്ടോ. വലിച്ചൂരാൻ നന്നായിട്ട് കൈ പൊട്ടും. അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ സന്തോഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംസാരിക്കുമല്ല വളർത്താന്നുള്ളൊരിതിൽ ഞാനൊരു കണക്കിന് കൈ വലിച്ച് ഊരിയെടുത്തപ്പോൾ ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ട്. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ വളഞ്ഞിരിക്കണ ഇങ്ങനെ കൊളുത്ത് പോലത്തെ ചുണ്ടാണല്ലോ. അപ്പോൾ ഇങ്ങനെ വലിച്ചൂരിയെടുത്ത് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പം തന്നെ ഞങ്ങളൊരു ചെറിയൊരു പെട്ടിയിലാക്കി വെച്ച്. അതെല്ലാം കഴിഞ്ഞ് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഈ അറക്കപ്പൊടി വരുമ്പോഴൊരു പട്ടിക വിറകുണ്ട്. ആ പട്ടിക വിറക് വെച്ചിട്ട് ഒരു ചെറിയൊരു വീട് പോലെ ഒരു കൂടുണ്ടാക്കിയിട്ട് പിന്നെ അതിനകത്താണ് കേട്ടോ. അങ്ങനെ അതിൻ്റെ അകത്തിട്ട് വളർത്തണമായിരുന്നു. അങ്ങനെ 4 വർഷം എടുത്തിട്ട് ഞങ്ങൾ ഇതിനെ സംസാരിക്കാൻ വേണ്ടി ഓല, പിന്നെ അതേപോലെ പിന്നെന്താണ് കരിമ്പിൻ്റെ ഓല എല്ലാം ഇങ്ങനെ കൊടുക്കാനായിട്ട് ആൾക്കാർ പറഞ്ഞ് നാക്കിന് അരം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ എല്ലാം കൊടുത്തിട്ടൊന്നും ഇത് സംസാരിക്കണ ഒരു മട്ടിലിട്ടാ. അപ്പോൾ അങ്ങനെ 4 വർഷമായി. 4 വർഷം എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ മനസ്സിന് ഭയങ്കര വല്ലാത്തൊരു വിഷമമായി. അങ്ങനെ ഒരു ദിവസം ഞാൻ അപ്പോൾ സംസാരിക്കാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ വളർന്ന് തത്തമ്മകളുടെ കൂടെ അത് ഇടകലർന്ന് ജീവിച്ചപ്പോൾ അതിന് അതിൻ്റെ ഭാഷയിലേ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ സംസാരിക്കണമെങ്കിൽ നാക്ക് ഇറച്ചി പരുവത്തിൽ കൊണ്ടുവന്നാൽ മാത്രമേ അത് സംസാരിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കിടക്കുമ്പോൾ അതിൻ്റേതായതല്ലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അങ്ങനെയാണ്, അതുകൊണ്ടാണ് സംസാരിക്കാത്തത്. അങ്ങനെ എനിക്ക് ഒരു മനസ്സിലൊരു വിഷമം. അപ്പോൾ ഞാനതിനൊരു ദിവസം പതുക്കെ ഞാൻ ഓർത്തൊന്ന് തുറന്ന് വിട്ടേക്കാം എന്നുള്ളൊരിതിൽ അതിനെ ഞാൻ തുറന്ന് വിട്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു വേലിയിലേക്ക് പോയതിരുന്ന് അവിടെ ചുറ്റിപ്പറ്റിയൊക്കെ ഇത്തിരി നേരം നിന്ന് വേലിയിലേക്ക് പോയിരുന്ന്. അത് കഴിഞ്ഞിട്ട് വേലിയിൽ നിന്ന് പിന്നെ പുള്ളിക്കാരത്തി ചാടി താഴത്തിറങ്ങി ചാടി അതിന് പിന്നെയും പറന്ന് അപ്പുറത്തൊരു മഞ്ചാടി മരത്തിലേക്ക് പിന്നെയും പോയിരുന്ന്. പിന്നെ അവിടെ നിന്ന് അങ്ങനെ അങ്ങോട്ട് തെങ്ങിലേക്ക് മാറി പിന്നെ നേരെ അക്കരയ്ക്ക് വെച്ചൊടിച്ചു. അപ്പോൾ ഒരു വിഷമം ഉണ്ടായിരുന്നിട്ട് പോയപ്പോൾ അങ്ങനെ പറന്ന് ആ പറമ്പിലേക്ക് തന്നെ പറന്നു പോയിട്ടാ. കഥ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.